മിത്രയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നി അഗ്നിയോട്. അവളെ സംബന്ധിച്ച് അവനോടൊപ്പം താമസിക്കുന്ന കാര്യം അവളിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു. മിത്ര അവന് പുറകെ പോയി. മിത്രയുടെ മുറിയിലേക്ക് കയറിയ അഗ്നി അവൻ്റെ ബ്ലേസർ വെച്ച് അവിടെ ഉണ്ടായിരുന്ന ചെയറിലേക്കിട്ടു. അതിനുശേഷം ഷർട്ടിൻ്റെ ആദ്യത്തെ 3 ബട്ടൺ അഴിച്ചിട്ടു. ഷർട്ടിൻ്റെ കൈ 2 മുകളിൽ കയറ്റി വെച്ച് ബാൽക്കണിയിലേക്ക് പോയി. മുറിയിലേക്ക് വന്ന മിത്ര കാണുന്നത് ബാൽക്കണിയിൽ നിൽക്കുന്ന അഗ്നിയെയാണ്. അവനടുത്തേക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ദേഷ്യത്തോടെ മിത്ര പോയി. ഡോ! തൻ്റെ പുറകിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന മിത്രയെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അഗ്നി തൻ്റെ ഫോൺ കയ്യിലെടുത്തു. അത് കണ്ടതും അവൾ അവൻ്റെ അടുത്തേക്ക് പോയി. താനിതെന്ത് ഭാവിച്ച? ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? ഞാനിന്ന് ഇവിടെയാണ് തങ്ങുന്നതെന്ന്. പറ്റില്ല, ഇപ്പോൾ ഇവിടെ നിന്ന് പോണം. എനിക്ക് തന്നെ കണ്ണിനു നേരെ കണ്ടൂടാ. തന്നെ കാണുന്നത് തന്നെ എനിക്ക് അറപ്പും വെറുപ്പുമാണ്. അഗ്നിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി ദേഷ്യത്തോടെ അവൾ അത് പറഞ്ഞു. എന്നാൽ ഈ വാക്കുകളൊന്നും അഗ്നിയെ ബാധിച്ചിരുന്നില്ല. ഇതെല്ലാം അവൻ കേട്ട് പഴകിയതാണ്. പിന്നെ എന്തിനാടി എൻ്റെ കുഞ്ഞിനെ ചുമന്ന് നടക്കുന്നത്? എന്നെ പറ്റാത്തതുപോലെ എൻ്റെ കുഞ്ഞിനെ നിനക്ക് വേണ്ടെന്ന് വെച്ചൂടായിരുന്നു. വിട്ടുകൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് അവൻ പറഞ്ഞു. ഡോ! അവൾ പതറുന്നുണ്ടെന്ന് മനസ്സിലായതും അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താ മിത്ര, ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ താനല്ലെങ്കിലോ? പറഞ്ഞു കഴിഞ്ഞാണ് തനിക്ക് പറ്റിയ അബദ്ധം അവൾ തിരിച്ചറിഞ്ഞത്. അവനോട് എത്ര പകയും ദേഷ്യവും വെറുപ്പും ഉണ്ടെങ്കിലും തൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം അവൾക്ക് നിഷേധിക്കാൻ സാധിക്കുമായിരുന്നില്ല. മിത്ര! ശബ്ദം കേട്ട് തല ഉയർത്തി നോക്കിയ മിത്ര കാണുന്നത് കണ്ണിൽ ചുവന്നു നിറഞ്ഞു നിൽക്കുന്ന അഗ്നിയെയാണ്. തന്നെ ഭസ്മമാക്കാനുള്ള ദേഷ്യമുണ്ട് ആ കണ്ണുകളിൽ. പെട്ടെന്ന് തന്നെ അവൻ്റെ ബലിഷ്ഠമായ കൈകൾ അവളെ കൈത്തണ്ടയിൽ പിടിമുറുക്കിയിരുന്നു. അവളോടുള്ള ദേഷ്യം ആ കൈകളെ ഞെരിച്ചമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്ന് നമുക്ക് 2 പേർക്കും അറിയാം. എന്നിട്ടും എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നീ അങ്ങനെ പറഞ്ഞു. ഇത്തവണത്തേക്ക് എൻ്റെ കുഞ്ഞിനു വേണ്ടി ക്ഷമിച്ചു. എന്നാൽ ഇനി ഒരിക്കൽ കൂടെ നിന്റെ നാവിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ പിന്നെ നിന്റെ ശരീരത്തിൽ ജീവൻ അവശേഷിക്കില്ല. അഗ്നിയ പറയുന്നേ, ഓർത്തോ? അവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവൻ ബാത്റൂമിൽ കയറി. കൊട്ടിയടച്ച ഡോറിലേക്കും ചുവന്നു വന്ന തൻ്റെ കയ്യിലേക്കും നോക്കിയിരുന്നു അവള്. വീണ്ടും കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടാണ് മീര പോയി ഡോറ് തുറന്നത്. മുൻപിൽ വീണ്ടും കുറച്ച് കവറുകളുമായി നിൽക്കുന്ന കണ്ണനെ അവൾ നോക്കി. ഇതെന്താ കയ്യിൽ കുറെ കവറൊക്കെ ഉണ്ടല്ലോ? നീ ഇവിടെ കയറി താമസിക്കാൻ പോകുവാണോ? അതെ, പോകുവാണ്. പക്ഷേ ഞാനല്ല, എൻ്റെ ഏട്ടന്. കണ്ണൻ്റെ വായിൽ നിന്ന് അത് കേട്ടതും മീരയുടെ ഉള്ള ബോധവും പോയി. എന്ത്? അഗ്നിസാർ ഇവിടെ താമസിക്കുന്നു എന്നോ? അതെ, അതിലെന്താ ഇത്ര ഞെട്ടാനുള്ള കാര്യം? എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം, അതുകൊണ്ട് ഞാൻ പോവുകയാ. ഏട്ടനോട് പറഞ്ഞേക്ക്. ഏട്ടന് വേണ്ട സാധനങ്ങളെല്ലാം ഇതിലുണ്ടെന്ന്. സത്യം പറഞ്ഞ എന്നെ മുത്തശ്ശി ബ്ലോക്കാക്കി. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവുകയേയില്ല. എനിക്ക് അത്രയ്ക്ക് എൻ്റെ ഏട്ടത്തിയെ ഇഷ്ടപ്പെട്ടു. സാരമില്ല, ഏട്ടത്തി വീട്ടിലേക്ക് വരുമല്ലോ. ഏട്ടൻ്റെ തിങ്സ് എല്ലാം വൃത്തിയാക്കി കൊടുക്കണമെന്ന് പോലും മിസ്സാവരുത്. എന്നാൽ ഞാൻ പോകുവാട്ടോ. കവറുകൾ തൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് തിരിഞ്ഞു നടക്കുന്ന കണ്ണനെ അവൾ ഒരു നിമിഷം നോക്കി നിന്നു. മീന കണ്ണൻ കൊടുത്ത കവറിലേക്കും മിത്രയുടെ മുറിയിലേക്കും നോക്കി കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. ദൈവമേ, ഇത് 2 പേരും അടിച്ചു മരിക്കുമെന്ന് തോന്നുന്നു. വഴിക്കിട്ട് ബാത്റൂമിൽ കയറിയ അഗ്നി ഷവർ ഓൺ ചെയ്ത് അങ്ങനെ അതിന് ചുവട്ടിൽ നിന്നു. മിത്ര പറഞ്ഞ ഓരോ വാക്കുകളും അവൻ്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അതിനനുസരിച്ച് അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെയായി. അതിൻ്റെ പ്രതിഫലനം എന്നോണം കണ്ണുകൾ ചുവന്നു വന്നു. അവൻ തൻ്റെ മുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു. എന്തു വന്നാലും അഗ്നിയുടെ കൂടെ ഒരു മുറിയിൽ കഴിയില്ലെന്ന് മിത്ര ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് മീരയുടെ മുറിയിലേക്ക് പോകാനൊരുങ്ങി. തൻ്റെ വസ്ത്രങ്ങളും മറ്റും എടുത്തു വയ്ക്കുന്ന സമയത്താണ് ബാത്റൂമിലെ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടത്. ടവൽ മാത്രം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്ന അഗ്നിയെ അവൾ നോക്കി നിന്നു. ആരെയും ആകർഷിക്കും വിധമുള്ള ഉറച്ച ശരീരമായിരുന്നു അവൻ്റേത്. അതവൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവൻ്റെ തലയിൽ നിന്ന് മുതിർന്ന് വീഴുന്ന വെള്ളത്തുള്ളികളിലേക്ക് അവൾ നോക്കി നിന്നു. ശരീരത്തിലൂടെ ഒലിച്ചിറങ്ങുന്നത് അവൾ ഒരു അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. സ്കാൻ ചെയ്ത് കഴിഞ്ഞോ? പെട്ടെന്ന് ചോദിച്ചതും അവൾക്കാകെ വല്ലാതെ തോന്നി. ഇത്രയും നേരം അവൾ അവനെ നോക്കിയെന്നത് ഓർക്കും തോറും സ്വയം വല്ലാത്ത ദേഷ്യവും നാണക്കേടും അങ്ങനെ എന്തൊക്കെയോ തോന്നിപ്പോയി. അവൻ്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ അവൾ തന്നെ അവളുടെ സാധനങ്ങളെടുത്ത തിരക്കിലായി.
അപ്പോഴാണ് അവൻ അവളുടെ പ്രവൃത്തിയിലേക്ക് ശ്രദ്ധിച്ചത്. ഇതെന്താ ഇതെല്ലാം പാക്ക് ചെയ്ത് നീ എങ്ങോട്ട് പോകുന്നേ? താനല്ലേ പറഞ്ഞത് ഇവിടെ താമസിക്കുന്നതെന്ന്. അതുകൊണ്ട് ഈ മുറിയിൽ തന്നെ താമസിച്ചോ. ഞാൻ മീരയുടെ കൂടെ അപ്പുറത്തെ മുറിയിൽ കഴിഞ്ഞോളാം. പറ്റില്ല. അവളുടെ മുഖത്തേക്ക് നോക്കി തന്നെ അവൻ ഒറ്റ വാക്കിൽ ഉത്തരവും കൊടുത്തു. തന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ മാത്രം എന്ത് തെറ്റ ഞാൻ തന്നോടൊക്കെ ചെയ്തത്? പകരം അഗ്നി അവളെ ഒന്ന് നോക്കി പുച്ഛിച്ച് ചിരിച്ചു. മിത്ര തമ്പുരാട്ടി, അത് ഇത്ര വേഗം മറന്നുപോയോ? ഞാൻ ഓർമ്മിപ്പിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിന്നെ ഓരോന്ന് ഓർമ്മിപ്പിക്കുന്നതേ. എൻ്റെ സ്റ്റാഫുകളുടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് നീ എൻ്റെ കരണത്തടിച്ചത് ഓർമ്മയുണ്ടോ? ആദ്യത്തെ പ്രാവശ്യം ഞാൻ ക്ഷമിച്ചു. എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം അത് ഞാൻ ഏറ്റവും വെറുക്കുന്ന ആളുടെ മുൻപിൽ വെച്ച് നീ എന്നെ അപമാനിച്ചു. അത് ഞാൻ ക്ഷമിക്കില്ല, മറക്കുകയുമില്ല. നിന്നെ ഉപദ്രവിക്കാൻ എനിക്ക് കാരണങ്ങൾ തന്നെ ധാരാളം. എന്നാൽ ഇപ്പോൾ എനിക്ക് നിന്നെ ഉപദ്രവിക്കാൻ ഉദ്ദേശമില്ല. പിന്നെ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതോ? എന്നിങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് എന്തിനാണ്? അതൊന്നും നിന്നോട് പറയാൻ എനിക്ക് താല്പര്യമില്ല. നിനക്ക് ജീവിച്ചിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നല്ലത്. അവൻ്റെ മറുപടി അവളുടെ ക്ഷമ പരീക്ഷിക്കുന്നതായി തോന്നി. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലുവോ? എന്താ ഭീഷണിയാണോ? നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉള്ളവർക്കല്ലേ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. എനിക്ക് ഭയപ്പെടാനൊരു കാരണവുമില്ല. ചങ്കൂറ്റത്തോട് അഗ്നിയോട് കയർക്കുന്ന മിത്രയെ അവൻ നോക്കി നിന്നു. കള്ളം, നിനക്കിപ്പോഴും നഷ്ടപ്പെടാനുണ്ട്. മിത്ര മുഖം ഉയർത്തി അഗ്നിയെ നോക്കിയതും അവൻ്റെ ഫോൺ ഉറച്ച് ശബ്ദിച്ചു. ഡിസ്പ്ലേയിൽ വരുൺ എന്ന പേര് കാണിച്ചതും അവൻ അതുമായി ബാൽക്കണിയിലേക്ക് പോയി. ഇയാളെ എനിക്ക് മനസ്സിലാകാനേ പറ്റുന്നില്ല. ഇത് വല്ലാത്തൊരു ജന്മം തന്നെ. ഡോറിൽ മുട്ടുകേട്ട് അവൾ പോയി കതക് തുറന്നു. കുറച്ച് കവറുകളുമായി നിൽക്കുന്ന മീരയെ കണ്ടതും മിത്രയ്ക്ക് ആശ്വാസമായി. എന്നാ മിത്ര, നീ ഇത് വേഗം പിടിക്ക്, എന്നിട്ട് ആ ചെകുത്താന് കൊണ്ടുകൊടുക്ക്. എന്താ മീര ഇതൊക്കെ? എന്താ ഈ കവറുകൾ? ആ ചെകുത്താൻ്റെ അനിയൻ വന്നുകൊണ്ട് തന്നിട്ട് പോയതാ. അയാളെ ഇന്നിവിടെയാണ് നിൽക്കുന്നത്. അതെ, അങ്ങനെയാ പറഞ്ഞത്. സോറി മീര, നിനക്ക് ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടായില്ലേ? എന്താ മിത്ര, ഇതിൽ നീ എന്ത് തെറ്റാ ചെയ്തത്? എല്ലാത്തിനും കാരണം ആ കോലനല്ലേ? എന്തായാലും അതിനെ പറഞ്ഞു വിടാൻ പറ്റില്ല, പിന്നെ സഹിക്കുക തന്നെ. ബുദ്ധിയില്ലെങ്കിലും നിനക്ക് വിവരമുണ്ട്. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എന്നെക്കുറിച്ച് കൃത്യമായിട്ട് നീ മനസ്സിലാക്കിയല്ലോ. അങ്ങോട്ട് കടന്നു വന്ന അഗ്നിയെ കണ്ടതും രണ്ടുപേരും പകച്ചുപോയി. ഭഗവാനെ, ഞാൻ പറഞ്ഞത് കേട്ടു എന്ന് തോന്നുന്നു. ഇന്ന് ഇയാളെന്നെ കൊല്ലും. അത് സാർ, മതി, കടന്നു വെക്കണ്ട. എന്തായാലും എന്നെക്കുറിച്ച് കൂട്ടുകാരിക്ക് പറഞ്ഞു കൊടുത്തേക്ക്. അവൾക്ക് ഇതുവരെ എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. അറിയാതെ തന്നെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കൊണ്ട് മീര അവിടെ നിന്ന് വേഗം സ്ഥലം കാലിയാക്കി. അവൾ പോയതിനു ശേഷം അവൾ കൊണ്ടുവന്ന ബാഗിലേക്ക് നോക്കി അഗ്നി. അതിനകത്ത് നിന്ന് എനിക്ക് വേണ്ട ഡ്രസ്സ് എടുത്ത് പുറത്തു വെക്ക്. അധികാരത്തോടെയുള്ള അവൻ്റെ സംസാരം അവളുടെ നിയന്ത്രണ രേഖ തെറ്റിച്ചിരുന്നു. ബാഗ് അവൻ്റെ മേലേക്ക് എറിഞ്ഞുകൊടുത്ത് അവനെ കലിയോടെ നോക്കി മിത്ര. മിണ്ടാതെ നിൽക്കുന്നുവെന്ന് കരുതി എന്തുമാകാമെന്ന് വിചാരിച്ചോ? താൻ പറയുന്നതെല്ലാം കേൾക്കാൻ താൻ വീട്ടുജോലിക്ക് വെച്ച ജോലിക്കാരിയല്ല മിത്ര. ബോസംഗ ഓഫീസിൽ ഇവിടെ താൻ ഹൗസ് ഓണർ മാത്രമാണ്. അല്ലാതെ എൻ്റെ ഭർത്താവാണെന്നുള്ള രീതിയിൽ പെരുമാറരുത്. എനിക്കത് ഇഷ്ടമല്ല. സംസാരിക്കുമ്പോൾ മിത്ര ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു. അവൻ്റെ പെരുമാറ്റം അത്രത്തോളം അവളിൽ അരോചകം സൃഷ്ടിച്ചിരുന്നു. അവസാനം അവനെ ഒന്ന് കലിയോടെ നോക്കി അവൾ മുറിയിൽ പുറത്തേക്കിറങ്ങി. അവൾ പോകുന്നത് പ്രത്യേകിച്ച് ഭാവഭേദമൊന്നുമില്ലാതെ തന്നെ അഗ്നി നോക്കി നിന്നു. നീ ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് എങ്ങോട്ട് പോകില്ല മിത്ര. ഞാനുള്ളിടത്ത് തന്നെ നീയും എൻ്റെ കുഞ്ഞുമുണ്ടാവും. അഗ്നിയോടുള്ള അടങ്ങാനാവാത്ത ദേഷ്യത്തോടെയാണ് മിത്ര അടുക്കളയിലേക്ക് പോയത്. അവിടെ രാത്രിക്ക് വേണ്ടിയുള്ള പാചകത്തിലായിരുന്നു മീര. നീ വന്നു, ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കുമായിരുന്നു. എന്തായാലും രാത്രിക്ക് കാലിന് ഫുഡ് വേണ്ടി വരും. എന്തു പറ്റി മിത്ര, നിന്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ. അയാൾ നിന്നെന്തെങ്കിലും പറഞ്ഞോ? അയാളുടെ ശല്യം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇന്നൊരു ദിവസത്തേക്ക് സഹിക്കാൻ ഞാൻ. നീ വിഷമിക്കേണ്ട, നമുക്കെല്ലാത്തിനും ഒരു വഴി കാണാം. നിന്റെ പരിചയക്കാരനല്ലേ ആ ഗിരിധർ? ആ പോലീസ് ഓഫീസർക്കൊരു പരാതി കൊടുത്താലോ? അത് വേണ്ട. എന്നിട്ട് വേണം അയാളെ ശല്യം കൂടി ഞാൻ സഹിക്കാൻ. അത് ഞാൻ നിന്നോട് ചോദിക്കാൻ നിൽക്കുമായിരുന്നു. അയാളെ നിനക്ക് നേരത്തെ അറിയോ? ഞങ്ങളൊരു കോളേജിലാണ് പഠിച്ചത്. അന്ന് മുതൽ എൻ്റെ പുറകെ ആയിരുന്നു. എനിക്ക് ഗിരിയേട്ടനെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് ഒഴിവാക്കിയതാണ്. പിന്നെ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലിപ്പോൾ വീണ്ടും വന്നു. പക്ഷേ അയാളുടെ പെരുമാറ്റത്തിൽ വല്ലാത്ത മാറ്റമുണ്ട്.
ഇതിപ്പോൾ കടലിലും ചെകുത്താനും നടുക്കായല്ലോ. നീ വന്ന് എന്തെങ്കിലും കഴിച്ച് കിടക്കാൻ നോക്ക്. വേണ്ട, എനിക്ക് വിശപ്പില്ല. ദേ, ഞാൻ 2 തന്നാലുണ്ടല്ലോ, വന്ന് കഴിച്ചേ. മീര മിത്രയെ കൂട്ടിക്കൊണ്ട് ഭക്ഷണം എടുത്തു വെച്ചു. അല്ല, അയാൾക്ക് വേണ്ടേന്ന് ചോദിക്കണ്ടേ? ഞാനത് പറയാൻ വരുമായിരുന്നു. പിന്നെ നിനക്കിഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാ. ശത്രുവായാലും പട്ടിണിക്കിടരുത് എന്ന എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. അയാൾക്കറിയാത്ത ചില കാര്യങ്ങളുടെ മൂല്യം എനിക്ക് നന്നായി അറിയാം. അത്തരം കാര്യങ്ങളും അതിൻ്റെ മൂല്യങ്ങളും എന്നെ ആരും പഠിപ്പിക്കേണ്ട. അപ്പോഴാണ് അവരെ നോക്കിയിരിക്കുന്ന അഗ്നിയെ അവർ കണ്ടത്. സർ, ഇരിക്ക്, ഡിന്നർ കഴിക്കാം. അഗ്നിയെ നോക്കി മീര പറഞ്ഞു. എനിക്ക് 2 ചപ്പാത്തി മതി എന്ന് പറഞ്ഞുകൊണ്ട് മുൻപിലിരിക്കുന്ന കാസറോളിൽ നിന്ന് 2 ചപ്പാത്തി എടുത്ത് കഴിക്കാൻ തുടങ്ങി അഗ്നി. മീര കണ്ണു തള്ളിക്കൊണ്ട് അവനെ തന്നെ നോക്കി നിന്നു. വലിഞ്ഞു കയറി വന്നതും പോരാ, എന്നിട്ട് സ്വന്തം ഇഷ്ടത്തിന് വെട്ടി വിഴുങ്ങുക കാലൻ, മീര മനസ്സിലോർത്തു. ഫുഡ് കഴിച്ചതിന് ശേഷം അഗ്നി മിത്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഗുഡ് നൈറ്റ്. അവരുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവൻ മിത്രയുടെ മുറിയിൽ കയറി കതകടച്ചു. ആ പോക്ക് കണ്ട് മീര പറഞ്ഞുപോയി, ഓ, വല്ലാത്തൊരു സാധനം തന്നെ. വലിഞ്ഞു കയറി വരുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. എന്നിട്ട് മല പോലെ വന്നത് എലി പോലെ പോയി. ഇനി ആ വീട്ടിൽ പട്ടിണിയാണോ? ആയിരിക്കും. വീട്ടിൽ പട്ടിണി കിട്ടോണ്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നതായിരിക്കും. മീരയെ ഒന്ന് കൂർപ്പിച്ചു നോക്കി മിത്ര. അധികം സംസാരത്തിന് നിൽക്കാതെ 2 പേരും ഭക്ഷണം കഴിച്ച് കിടന്നു. കിടക്കുമ്പോഴും മിത്രയുടെ മനസ്സ് നിറയെ അഗ്നി മാത്രമായിരുന്നു. എന്തിനായിരിക്കും അയാൾ ഇങ്ങോട്ട് വന്നത്? എന്തായാലും ഈ വരവ് വെറുതെ ആവില്ല. ഒന്നും കാണാതെ അഗ്നിദേവ് ഇറങ്ങി പുറപ്പെടില്ല. നാളത്തെ പുലരി തനിക്കു വേണ്ടി എന്താണ് കാത്തുവെച്ചത് എന്നറിയാതെ അവൾ നിദ്രയെ പുൽകി. രാത്രി കിടക്കുമ്പോഴും പലതരം കണക്കുകൂട്ടലുകളിൽ ഉയരുകയായിരുന്നു അഗ്നിയുടെ മനസ്സ്. ആ നിമിഷം മനസ്സ് നിറയെ പത്മാവതിയോടുള്ള പകയും ദേഷ്യവുമായിരുന്നു. ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. എങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ ഭീഷണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു മറുപടി അവർക്ക് അഗ്നി കൊടുത്തിരിക്കും. അവരോടുള്ള അടങ്ങാത്ത പക അതുമാത്രമായിരുന്നു ആ മനസ്സിലപ്പോൾ. കണ്ണുകൾ അടച്ചു കിടന്നവൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ഒരു 5 വയസ്സുകാരനും അവനെ കൈപിടിച്ച് നടക്കുന്ന അമ്മയുമായിരുന്നു. പിന്നീട് ഒറ്റപ്പെട്ട ബാല്യം. അധികം ചിന്തകൾക്ക് കൊടുക്കാതെ അഗ്നി ഉറക്കത്തെ കൂട്ടുപിടിച്ചു. സൂര്യകിരണങ്ങൾ കണ്ണിൽ കൊത്തി തുളഞ്ഞു കയറിയപ്പോൾ അവൻ കണ്ണ് ചിമ്മി തുറന്നു. ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം അവൻ ഇന്നലെ രാത്രി എടുത്തു വെച്ചൊരു കവറെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. മുറിയിൽ കാണാതായപ്പോൾ മിത്രയെ നോക്കി നേരെ അടുക്കളയിലേക്ക് പോയി. ഈ സമയം ഉറക്കമുണർന്ന മിത്ര കാപ്പി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അവളുടെ അടുത്തേക്ക് നടന്നു പോയിക്കൊണ്ട് അഗ്നി തൻ്റെ കയ്യിലുണ്ടായിരുന്ന കവർ അവൾക്ക് നേരെ നീട്ടി. ഇത് ചേഞ്ച് ചെയ്തിട്ട് വാ, സമയമില്ല, വേഗം വേണം. അവൻ പറഞ്ഞത് കേട്ടെങ്കിലും കേൾക്കാത്തതുപോലെ വീണ്ടും മിത്ര തൻ്റെ പണി തുടങ്ങി. നിന്നോട് ഞാൻ മലയാളത്തിലാണ് പറഞ്ഞത് മിത്ര, നീ എന്നെക്കൊണ്ട് വെറുതെ ബലം പിടിപ്പിക്കരുത്. അവൾക്ക് യാതൊരു ഭാവഭേദവുമില്ല എന്ന് കണ്ടതും അവൻ തന്നെ അവസാനം അടവെടുത്തു. മീരയെ നിനക്ക് ജീവനോട് വേണമെങ്കിലും ഞാൻ പറയുന്നത് കേട്ടോ. അവൻ്റെ ശബ്ദത്തിലെ ഗാംഭീര്യം അവളെ വല്ലാതുലച്ചു. എന്നാൽ അതിനേക്കാൾ അവളെ ഭയപ്പെടുത്തിയത് അവൻ്റെ കണ്ണുകളിൽ പടർന്നു കിടക്കുന്ന ചുവപ്പ് നിറമായിരുന്നു. നിങ്ങൾക്കെന്താ വേണ്ടത്? എന്തിനാ എന്നോടിങ്ങനെയൊക്കെ? സംസാരിച്ച സമയം കളയരുത്, എനിക്ക് തിരക്കുണ്ട്. ഇനി നീ വരില്ല എന്നാണെങ്കിൽ ആദ്യം മീരയെ വിളിച്ചു നോക്ക്. പൈശാചികമായി അവൻ ചിരിച്ചതും അവൾക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി. മീര, അവളെ നിങ്ങൾ എന്താ ചെയ്തേ? നീ ടെൻഷൻ അടിക്കല്ലേ, അവളെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ 15 മിനിറ്റ് അതിനുള്ളിൽ നീ വന്നിട്ടില്ലെങ്കിൽ പിന്നെ. മിത്രയ്ക്ക് വല്ലാത്ത ഭയം തോന്നി. ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ അയാൾ എന്തും ചെയ്യും. തനിക്കാകെ ആശ്രയം മീര മാത്രമാണ്. എന്നെ സഹായിച്ചതിൻ്റെ പേരിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനത് സഹിക്കില്ല. നിസ്സഹായത കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. എന്നാൽ അവിടെ നിമിഷ നേരം കൊണ്ട് അവനെ ചുട്ടി ചാമ്പലാക്കാനുള്ള അഗ്നി എരിഞ്ഞു. എന്നെ നോക്കി പേടിപ്പിച്ചു കഴിഞ്ഞെങ്കിൽ പോയി ചേഞ്ച് ചെയ്തിട്ട് വാ. അവൻ്റെ കയ്യിലുള്ള കവർ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. തിരിച്ചൊന്നും മിണ്ടാതെ മിത്ര കവർ വാങ്ങി മുറിയിലേക്ക് പോയി. അവളുടെ പോക്ക് നോക്കിക്കൊണ്ട് തന്നെ അഗ്നി നിന്നു. ഡ്രസ്സുമായി മുറിയിൽ കയറിയതും മിത്രയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. ഫോൺ എടുത്ത് അവൾ മീരയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. 2 വട്ടം റിങ് ചെയ്തെങ്കിലും ആരും എടുത്തില്ല. 3-ാമത്തെ പ്രാവശ്യം അവൾ വീണ്ടും വിളിച്ചതും ആരോ കോൾ എടുത്തു. ഹലോ മീര,
നിനക്കെന്നെ ഒട്ടും വിശ്വാസമില്ല മിത്ര. മറുതലക്കൽ നിന്ന് അഗ്നിയുടെ ശബ്ദം കേട്ടതും മിത്ര പകച്ചുപോയി. സമയം പോകുന്നു, വേഗം റെഡിയായിട്ട് വാ. അധിക സമയം കളയാതെ മിത്ര വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ചുവന്ന കളറിൽ ബ്ലൗസുള്ള സെറ്റ് സാരിയായിരുന്നു. അതിൽ ചുവന്ന കളറിൽ തന്നെ ശ്രീകൃഷ്ണനെ പ്രിന്റ് ഉണ്ടായിരുന്നു. ഒട്ടും താല്പര്യമില്ലാതെയാണെങ്കിലും മിത്ര വസ്ത്രം ധരിച്ചു. അഗ്നി എന്തുകൊണ്ടായിരിക്കും സെറ്റ് സാരി തിരഞ്ഞെടുത്തത് എന്ന് ചിന്തിക്കാതിരുന്നില്ല. നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ട് മാത്രം വെച്ചവൾ പുറത്തിറങ്ങി. മിത്രയെ കാത്തിരിക്കുകയായിരുന്നു അഗ്നി. സെറ്റ് സാരിയിൽ അവൾ പുറത്തേക്കിറങ്ങി വരുന്നത് കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു. പോകാം. മിത്രയുടെ ശബ്ദമാണ് അവനെ ചിന്തയിൽ നിന്നുണർത്തിയത്. മീരവിടെ? തന്നെ കൂട്ടാതെ മുൻപേ നടന്ന അഗ്നിയുടെ പുറകിൽ നിന്ന് അവൾ ചോദിച്ചു. നമ്മൾ എത്തുമ്പോഴേക്കും അവൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും. അവൻ്റെ വാക്കുകൾ അവൾക്ക് വിശ്വാസമായില്ലെങ്കിലും മുൻപിൽ വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവൾ വിശ്വസിച്ചു. മിത്രയെ കൂട്ടിക്കൊണ്ട് അഗ്നി ഫ്ലാറ്റിന് പുറത്തേക്കിറങ്ങി. അവളെ കൂട്ടി അവൻ ലിഫ്റ്റിലേക്ക് നടന്നു. അപ്പുറത്തെ ഫ്ലാറ്റിലെ 2 ചേച്ചിമാർ അഗ്നിയും മിത്രയും പോകുന്നത് കണ്ട് പരസ്പരം ഓരോന്ന് പറയാനും ചിരിക്കാനും തുടങ്ങി. എടി, നീ കണ്ടോ? ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇവൾ അഗ്നിസാറിനെ വളച്ചെടുക്കുമെന്ന്. എന്നാലും ഈ പെണ്ണ് ചില്ലറക്കാരി അല്ലല്ലോ. പുറകിൽ നിന്നും അത്തരം സംസാരം കേട്ടതും മിത്രയ്ക്ക് തൊലിയുരിയുന്നത് പോലെ തോന്നി. നിറഞ്ഞു വന്ന കണ്ണുകളോടെ അവൾ അവനെ നോക്കി. എന്നാൽ അഗ്നി ഒന്നും കണ്ട ഭാവം കാണിച്ചില്ല. എന്തുകൊണ്ടോ അത് അവൾക്ക് ചെറിയ തോതിൽ വിഷമമുണ്ടാക്കി. അവൾക്ക് കയറാനായി അഗ്നി ഡോറ് തുറന്നു കൊടുത്തു. മിത്ര കാറിനകത്തേക്ക് കയറി. അഗ്നി അവളെയും കൊണ്ട് മുന്നോട്ട് പോയി. എങ്ങോട്ടാ പോകുന്നത്? യാത്രക്കിടയിൽ മിത്ര അഗ്നിയോട് ചോദിച്ചു. സ്ഥലം എത്തുമ്പോൾ കാർ നിൽക്കും, അപ്പോൾ ഇറങ്ങിയാൽ മതി. ചോദ്യങ്ങളൊന്നും വേണ്ട.